അതുകൊണ്ട് ആരാധന എന്ന പദത്തിന്റെ വിവക്ഷിതത്തിൽ ഇബാദത്തിന്റെ ആശയം പൂർണ്ണമായി ആരോപിക്കുന്നതിൽ അപാകതകളൊന്നുമില്ല. ഒരു അപാകതയില്ല, ഒരു തെറ്റുമില്ല. തെറ്റുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റിയത്. പിന്നെയോ, എന്നാൽ അത് ചെയ്യാതെ ആരാധന എന്നറിയപ്പെടുന്ന സാധാരണ അർത്ഥത്തിലെടുത്ത് ഇബാദത്തിന്റെ സമാന ശബ്ദമായി ഉപയോഗിക്കുന്നത് തികച്ചും തെറ്റാണ്. അപ്പോ കേവല പൂജ, ആരാധന എന്നൊക്കെ ചുരുക്കി കളയാൻ ഈ പറയുന്ന രൂപത്തിൽ ഡയറക്ടർ ശ്രമിക്കുന്നുവെങ്കിൽ അത് തെറ്റാണ്. നേരെ മറിച്ച് ഇബാദത്തിന്റെ പൂർണ്ണമായ രൂപം അത് പരിപൂർണമായി പിന്നെ ആരാധന എന്ന പദത്തിൽ ഉൾക്കൊണ്ട് എന്ന് മാത്രമല്ല, എന്താണ് അത് പിന്നെ മലയാള ലെക്സിക്കണും അതുപോലെ സർവ്വജ്ഞാനകോശം വ്യക്തമാക്കുന്നുണ്ട് എന്ന് പ്രബോധനം തന്നെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ജമാഅത്ത് നേതാവ് ഇവിടെ നടത്തിയത് മുഴുവൻ വാചക കസർത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കവേ മുജാഹിദ് സഹോദരന്മാർക്ക് എന്തെല്ലാം ചെയ്യേണ്ടി വന്നൊരു നിമിഷം ഓർത്തു നോക്കൂ. അള്ളാഹുവിനെ പറ്റിയും പരലോകത്തെ പറ്റിയുമുള്ള വിശ്വാസത്തോടുകൂടി ചെയ്താൽ മാത്രമേ അത് അള്ളാഹുവിന് ഇബാദത്ത് ആവുകയുള്ളൂ. ഖുതുബിയത്ത് റാത്തീബിൽ ചെയ്യുന്നത് പോലെ മൊഹീദ്ദീൻ ഷെയ്ഖിനെ സംബന്ധിച്ചുള്ള വിശ്വാസത്തോടു കൂടിയായാൽ അത് ഷെയ്ഖിന് ഇബാദത്താകുന്നു. ലോകമാന്യത്തിന് വേണ്ടിയായാൽ ആർക്കും ഇബാദത്തല്ല. ലോകമാന്യത്തിന് വേണ്ടി നമസ്കരിക്കുകയോ ധർമ്മം കൊടുക്കുകയോ ചെയ്യുന്നവർ ആളുകളുടെ തൃപ്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് അദൃശ്യമായ നിലയിൽ അല്ലാത്തത് കൊണ്ട് ആളുകൾക്ക് ഇബാദത്ത് എന്നുള്ളത് ഇവിടെ വരുന്നില്ല. ഉമർ മൗലവി സാഹിബിന് ഹദീസ് നിഷേധിക്കേണ്ടി വന്നു. സൽസബീൽ പുസ്തകം 3 ലക്കം 7 പേജ് 13. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് നിങ്ങൾ ഓർത്തു നോക്കൂ. ഇവിടെ യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം വളരെ വ്യക്തമാണ്. എന്താണ് പറയുന്നത്? ജനങ്ങൾ കാണാൻ വേണ്ടി നമസ്കരിച്ചാൽ അത് അവർക്കുള്ള ഇബാദത്തല്ല എന്നാണ്. പക്ഷെ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മസീഹ് ദജ്ജാലിനേക്കാൾ നിങ്ങൾ ഭയപ്പെടേണ്ട ഒന്നിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? ഒരാൾ നമസ്കരിക്കുന്നു, ജനം നോക്കി നിൽക്കുന്നു, അത് അശ്ശിർക്കുൽ ഹഫീ, ഗോപ്യമായ ഷിർക്കാണ്. എന്താണ് ആ ഗോപ്യമായ ഷിർക്ക്? ജനങ്ങൾ നോക്കി നിൽക്കുന്നു എന്ന നിലയിൽ അയാൾ തന്റെ നമസ്കാരത്തെ ഒന്നുകൂടി അലങ്കാരപൂർണ്ണമാക്കാൻ ശ്രമിക്കുന്നു. ഇത് അവർക്കുള്ള ഇബാദത്തായതിനാൽ അത് ഷിർക്കാണ്, അഥവാ അള്ളാഹുവിന്റെ അവകാശത്തിലുള്ള പങ്കുചേർക്കലാണ്. ഇതാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇവിടെ യഥാർത്ഥത്തിൽ മുജാഹിദ് സഹോദരങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഒരു നിമിഷം ഓർത്തു നോക്കൂ. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പി അബ്ദുൽ ഖാദർ മൗലവി സാഹിബ് പറഞ്ഞു. ആരാണ് പി അബ്ദുൽ ഖാദർ മൗലവി സാഹിബ്? കേരള നേതൃത്വ മുജാഹിദിന്റെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായ ആളാണ് കണ്ണൂർ സ്വദേശിയായ പി അബ്ദുൽ ഖാദർ മൗലവി സാഹിബ്. അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് തൗഹീദ് എന്നത്. അത് ₹1 സൗജന്യ നിരക്കിൽ കേരള നേതൃത്വ മുജാഹിദീൻ ദീർഘകാലമായി വിതരണം ചെയ്തുകൊണ്ടിരുന്നു. അതിൽ അദ്ദേഹം എഴുതി, മസീഹ് ദജ്ജാലിനേക്കാൾ അധികം ഭയപ്പെടേണ്ട ഒന്നിനെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് അവിടുന്ന് ചോദിച്ചു. അതിന് അതേ, അങ്ങനെ ചെയ്താലും എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഗോപ്യമായ ഷിർക്ക്. ഒരാൾ നമസ്കാരത്തിനായി നിൽക്കുകയും ഒരാൾ നോക്കുന്നുണ്ടെന്ന് അവൻ കാണുന്നതിനാൽ തന്റെ നമസ്കാരത്തെ ഭംഗി പിടിപ്പിക്കുകയും ചെയ്യുന്നത്. പേജ് 220. അപ്പോൾ നിങ്ങൾ ഓർത്തു നോക്കൂ, ഇത് ഉമർ മൗലവി സാഹിബ് കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കുക സാധ്യമല്ല. കാരണം ഇത് അദ്ദേഹം സൽസബീൽ ആരംഭിക്കുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ എഴുതിയതാണ്. അതിവിടെ സൗജന്യമായി മുജാഹിദ് സഹോദരന്മാർ വിതരണം ചെയ്തതാണ്. അതിൽ പറയുന്നു, ജനങ്ങൾ കാണണമെന്ന് കരുതിക്കൊണ്ട് നമസ്കാരത്തെ ഭംഗി പിടിപ്പിച്ചാൽ അത് ഷിർക്കാണ് എന്നതിനെ വിശദീകരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് പറയുന്നു, അത് ഷിർക്കല്ല, അത് അവർക്കുള്ള ഇബാദത്തല്ല എന്നാണ് ഉമർ മൗലവി സാഹിബ് പറയുന്നത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കാൻ വേണ്ടി പ്രാർത്ഥനാംശമുള്ളതല്ലാത്ത ഒന്ന് ഇബാദത്തല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഹദീസ് നിഷേധിക്കേണ്ടി വന്നു എന്നതാണ് വസ്തുത. എന്താ മനസ്സിലായത്? ഒരു കാര്യം മനസ്സിലായി, അത്തൗഹീദ് പണ്ട് മുജാഹിദീങ്ങൾ ₹1 നൽകി കൊടുത്തിരുന്നു. വേറെന്തായാലും ഉള്ളത് ഉമർ മൗലവി പറഞ്ഞത്ര എന്ത്? ഒരാളെ കാണിക്കാൻ വേണ്ടി റിയായിന് ഒരാൾ നമസ്കരിക്കുമ്പോ അയാൾ ചിന്തിച്ചു എന്ത്? അത് വേറൊരാൾ കാണട്ടെ എന്ന് ചിന്തിച്ചാൽ അത് അയാൾക്കുള്ള ഇബാദത്തല്ല, അയാൾക്കുള്ള ഇബാദത്ത് ആവുകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ അത്തൗഹീദില് കണ്ണൂര് അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞ എന്താ പറഞ്ഞത്? അത് മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി ആരെങ്കിലും നമസ്കരിച്ചാൽ ശിർക്കാണ്, ദജ്ജാലിനേക്കാളും ഗൗരവമുള്ള വിഷയമാണ്, ശിർക്കുൻ ഖഫിയാണ് എന്നാ പറഞ്ഞത്. ശിർക്കാണെന്നല്ല, ശിർക്കുൻ ഖഫി. എന്താ ശിർക്കുൻ ഖഫി എന്ന് പറഞ്ഞത്? എന്താ ശിർക്കുൻ ഖഫി എന്ന് പറഞ്ഞത്? ഈ മൂപ്പർക്ക് മനസ്സിലാകാത്തതും മൂപ്പർക്ക് തിരിയാത്തതും മൂപ്പർക്ക് അറിയാത്തതൊക്കെ വൈരുദ്ധ്യം എന്ന മൂപ്പർ വിചാരം. കാരക്കുന്ന് അറിയാത്തത് വൈരുദ്ധ്യമാണെന്നാണ് മൂപ്പർ വിചാരം. അതെ, ഒരാളെ കാണിക്കാൻ വേണ്ടി നിസ്കരിച്ച അയാൾക്ക് ഇബാദത്താവുകയില്ല. എന്നാൽ ശിർക്കുൻ ഖഫിയാണ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം?
ശിർക്കുൻ ഖഫിയാണെന്ന് പറഞ്ഞാൽ തന്നെ അയാൾക്കുള്ള ഇബാദത്ത് ആവുകയില്ല എന്നായി. ഇനി അതല്ല, നേരെ തിരിച്ചർത്ഥം വെക്കണം എന്നാ പറയണെങ്കിൽ ശരി, ഒരാൾ നമസ്കരിക്കുന്നു, അയാൾ നമസ്കരിക്കുമ്പോൾ മറ്റൊരാൾ കാണണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു, അത് അയാൾക്കുള്ള ആരാധനയാണെങ്കിൽ ഇതെങ്ങനെ ശിർക്കുൻ ഖഫിയാവും? ഇത് ഒറിജിനൽ ശിർക്കല്ലേ? ഇത് ഒറിജിനൽ ശിർക്കല്ലേ? അപ്പൊ ശിർക്കുൻ ഖഫിയാകൂലല്ലോ. ആരാധന മറ്റൊരാൾക്ക് കൊടുത്താൽ ശിർക്കുൻ ഖഫിയല്ലല്ലോ, ശിർക്കുൻ അഅ്ളമല്ലേ, ഏറ്റവും വലിയ ശിർക്കല്ലേ അത്? അപ്പോൾ ശിർക്കുൻ ഖഫി എന്തുകൊണ്ടായി? അതാണ് ശിർക്കുൻ ദൂന ശിർക്ക്, കുഫ്റുൻ ദൂന കുഫർ എന്നൊക്കെ പണ്ഡിതന്മാർ ഉസൂലിന്റെ കിതാബിൽ പറയും. അത് വിവരമുള്ളവരോട് ചോദിച്ചു പഠിക്കണം. അല്ലാതെ അത് വൈരുദ്ധ്യമായിട്ട് എടുത്ത് നടക്കരുത്. അത് ഉമർ മൗലവി പറഞ്ഞത് ശരിയാണ്, അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞതും ശരിയാണ്. പിന്നെ തെറ്റ് പറഞ്ഞ ഒരാളെ ഉള്ളൂ, അവിടെ പേര് ഞാൻ പറയണ്ടല്ലോ. ഇനി അടുത്ത എന്താ പറയുന്നത്? ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുവാൻ വേണ്ടിയുള്ള ബദ്ധപ്പാടിനിടയിൽ ബഹുമാന്യരായ മുജാഹിദ് പണ്ഡിതന്മാർക്ക് വളരെയേറെ വാസ്തവവിരുദ്ധമായ കാര്യം പറയേണ്ടി വന്നു. അതിൽപ്പെട്ട ഒന്നാണ് ഇമാം റാസിയുടെ പേരിൽ വ്യാജമായ ആരോപണം നടത്തേണ്ടി വന്നത്. വിമർശകന്മാരായ ആളുകൾ എഴുതുന്നു, ഇമാം റാസി ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥമാണെന്ന് പറഞ്ഞിട്ടില്ലെന്നതിന് അദ്ദേഹത്തിന്റെ തഫ്സീർ തന്നെ മതിയായ സാക്ഷിയാണ്. ഖുർആനിലെ അവസാന അധ്യായങ്ങളിൽപ്പെട്ട സൂറ ബയ്യിനത്തിന്റെ തഫ്സീറിൽ ഇത് സംബന്ധമായ അദ്ദേഹത്തിന്റെ അഭിപ്രായം ഗണ്ഡിതമായി എഴുതിയിട്ടുണ്ട്. ഇബാദത്ത് എന്നതിന് ആരെങ്കിലും, എന്നിട്ട് എന്തായിരുന്നു പറയട്ടോ, ഇബാദത്ത് എന്നതിന് ആരെങ്കിലും അനുസരണം എന്ന അർത്ഥം കൽപ്പിക്കുന്ന പക്ഷം അവൻ അബദ്ധം പറഞ്ഞു എന്നിപ്രകാരമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്താണ് പറഞ്ഞത്? ഇബാദത്ത് എന്നതിന് ആരെങ്കിലും അനുസരണം എന്ന അർത്ഥം കൽപ്പിക്കുന്ന പക്ഷം അവൻ അബദ്ധം പറഞ്ഞു എന്നിപ്രകാരമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സൽസബീൽ പുസ്തകം 1 ലക്കം 11 പേജ് 32. ഇതാണ് യഥാർത്ഥത്തിൽ തഫ്സീർ റാസി. ഇതാണ് ഫഖ്റുദ്ദീൻ റാസിന്റെ തഫ്സീർ. ഈ തഫ്സീറിൽ ഇമാം റാസി അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് യഥാർത്ഥത്തിൽ ഇമാം റാസിയുടെ പേരിൽ വാസ്തവവിരുദ്ധമായ കാര്യം പറയുകയാണ് ഉമർ മൗലവി സാഹിബ് ചെയ്തത്. തെറ്റായ അർത്ഥം നൽകുകയാണ് ചെയ്തത്. എന്താണ് ഇമാം റാസി പറഞ്ഞത്? ഒമൻ സഅമ അന്നഹാ അത്വാ ഫഖദ് അഖ്താ. ഇബാദത്ത് എന്നാൽ ത്വാഅത്താണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അയാൾ അബദ്ധം പറഞ്ഞു.